2025 ജെയ് മെയിൻ, ജെയ് അഡ്വാൻസ്ഡ് പോലുള്ള പ്രവേശന പരീക്ഷകൾക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ആവേശം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് അവരുടെ മുന്നിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷം ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിരുന്ന വിദ്യാർത്ഥികൾ അവർ ഒരുമിച്ച് പല IIT-കളിൽ അഡ്മിഷൻ കരസ്ഥമാക്കി അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഒരു വർഷത്തെ അവരുടെ IIT എക്സ്പീരിയൻസ് എല്ലാം നമ്മളോട് ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്യാമ്പസുകളിലേക്ക് എത്തുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം 2025 ജെയ് മെയിൻ, ജെയ് അഡ്വാൻസ്ഡ് പോലുള്ള പ്രവേശന പരീക്ഷകൾക്ക് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവരുടെ മനസ്സിലൂടെയൊക്കെ ഇപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? കാരണം അവർ കടന്നു പോകുന്ന ഈ ഒരു ടൈമിനെ തീർച്ചയായിട്ടും അവർക്ക് അതിന് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു നൽകാൻ, ഇൻസ്പിറേഷൻസ് നൽകാൻ ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഈ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള വിവിധ IIT-കളിൽ നിരവധി മലയാളി വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് 2024 കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ. അവരെല്ലാം തന്നെ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്നിൽ നമ്മുടെ വിദ്യാർത്ഥികളെ കാണാം. വിദ്യാർത്ഥികൾ ഒരുപാട് സന്തോഷത്തോടെ ബിനിൽ സാറിനോട് അവരുടെ IIT-യിൽ എത്തിച്ചേർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സൗഹൃദത്തെ പറ്റി തീർച്ചയായിട്ടും, അതായത് അവരിവിടുന്ന് പോകുമ്പോൾ വളരെ സുഹൃത്തുക്കളായിരുന്നു. അവർ പല IIT-കളിൽ, രാജ്യത്തെ പല IIT-കളിൽ അഡ്മിഷൻ നേടി. എന്നാൽ ഇപ്പോഴും അവരുടെ ആ ഒരു സൗഹൃദം നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നേരെ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. ബിനിൽ സാർ, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ബിനിൽ സാർ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ബിനിൽ സാർ പറയും, എൻ്റെ മക്കള് തന്നെ, ഞാൻ 2024 ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ മക്കള് തന്നെ IIT-കളിലൊക്കെ അഡ്മിഷൻ നേടിയിട്ട് ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ബിനിൽ സാറിന്റെ മുഖത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേറെ സന്തോഷം ഇവിടെ നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും മുഖത്തുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. ബിനിൽ സാറേ, ഒത്തിരി സന്തോഷപൂർവ്വം വിവിധ IIT-കളിൽ നിന്ന്, അത് ഏതൊക്കെ IIT-കളാണെന്നും ഇവരൊക്കെ എവിടെയാണെന്നും ഒക്കെ ഉള്ളത് നമുക്ക് പരിചയപ്പെടാം. ഐസറുണ്ട്, ബാംഗ്ലൂരുണ്ട്, എല്ലായിടത്തും വിവിധ IIT-കളെല്ലാം. ഓക്കെ, വിവിധ IIT-കളിൽ നിന്നും ഐസറിൽ നിന്നും ഒക്കെ വന്ന മിടുക്കരായ വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം നിൽക്കുന്നത്. സാർ, ഈ ഒരു നിമിഷം സാറിന് എന്ത് തോന്നുന്നു? 2024 പല ടെൻഷനൊക്കെ പറഞ്ഞുകൊണ്ട് സാറിന്റെ അടുത്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും. ഇപ്പം ഒരുപാട് സന്തോഷത്തോടെ സാറിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാഴ്ച, അത് ബ്രില്യന്റിന് മേറെ അഭിമാനം നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ബിനിൽ സാറിന് എന്താണ് വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ പറയുന്നത്? അത് കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് അവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അന്ന് അവരനുഭവിച്ച ടെൻഷൻ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരികയാണ്. അവരുടെ ആ മുഖം ഇപ്പം നോക്കിക്കേ, എല്ലാം നല്ല അവരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് അവർ വന്നിരിക്കുക. രണ്ട് ഉദ്ദേശങ്ങളാണ് വന്നതിന് പിന്നിൽ. ഒന്നെന്ന് പറയുന്നത് നമ്മളെ കാണുക, സന്തോഷം. രണ്ടാമത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ ജൂനിയേഴ്സ് ഇപ്പോഴും വേണ്ടല്ലോ, എഴുതാൻ പോകല്ലേ, അവരെ ഇൻസ്പയർ ചെയ്യുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മളൊന്ന് പറഞ്ഞപ്പോഴുള്ള ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴേ പറഞ്ഞ അവർ പറയാം, ഞങ്ങൾ വരാനിരിക്കുകയാണല്ലോ, എന്തായാലും ഇവിടെ വരുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പോലെ ഇവർക്കറിയാം ഇവരുടെ സീനിയേഴ്സ് വന്ന് ഇവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്തു. അപ്പം ആ മോട്ടിവേഷൻ കൊടുക്കൊണ്ടുകൊണ്ട് അവരെ ഇപ്പോഴത്തെ നമ്മുടെ ജൂനിയേഴ്സിന് വേണ്ടി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ പഠിച്ചത്, ഇത്രയൊക്കെ മാർക്ക്, ഇവർ ഇപ്പം ഹോസ്റ്റലൊക്കെ പോയി പിള്ളേരെ കണ്ടു, അവരോട് പറയുന്നത് കേൾക്കാം, നിങ്ങൾ പഠിച്ചാൽ മതി, ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെയായിരുന്നു, ഇത്രയും മാർക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഇവിടുത്തെ മാർക്കൊന്നും നോക്കണ്ട, ഈ റാങ്കൊന്നും നോക്കണം, ഇതൊക്കെ മറിയും പറഞ്ഞ ഒരു മാസം സമയമുണ്ട്, നിമിഷം നന്നായിട്ട് പഠിക്കുക, സാറുമാര് പറയുന്നതൊക്കെ കേൾക്കെന്ന് പറഞ്ഞ് എല്ലാ മോട്ടിവേഷൻ കൊടുത്ത് കുട്ടികളെ കണ്ട് പേഴ്സണലായിട്ട് കുറേ നേരം ഹോസ്റ്റലിൽ ഒരു മണിക്കൂറുകളും ചെലവഴിച്ചിരിക്കുക. എല്ലാവരും ഇവർ കൂട്ടിച്ചെന്ന് ചോദിക്കുകയാണ് എങ്ങനെയാണ് എത്തിയത്, ഭയങ്കര ആരാധനയോടെ ഇവർ കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു ബ്രില്യന്റിനെ സംബന്ധിച്ച് ഒരു പുതുമയൊന്നുമല്ല, എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ IIT-കളിൽ നിന്നും ഐസറിൽ നിന്നും ഒക്കെ എല്ലാ വർഷങ്ങളും വരാറ്. അടുത്ത ടീം ഇപ്പോൾ ഇവർ വന്നു, അടുത്ത ടീം വരാൻ പോവാണ്. ഓരോ ടീം വരുന്നു. അത് കുട്ടികളെ സംബന്ധിച്ച് കാരണം അവരുടെ സന്തോഷമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇവര് പഠിച്ച് നന്നായി പോയതിന്റെ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ട്. അത് കാണാനായിട്ട്, സാറുമാരെ കാണാനായിട്ടും പിന്നെ കുട്ടികളെ കാണാനായിട്ട് അവർ വരുന്നത്. തീർച്ചയായിട്ടും ഇപ്പം വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ കുട്ടികൾക്കൊരു തീർച്ചയായിട്ടും ബൂസ്റ്റപ്പ് ആയിരിക്കും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും.
ജോർജ്, അപ്പൊ നമുക്ക് ഇവരെ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം. അവർ ഏത് സ്ഥാപനത്തിലാണ് ഒരു അഭിമാന നിമിഷത്തിൽ അഡ്മിഷൻ നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അവരുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ? അതെ. എൻ്റെ പേര് അരവിന്ദ്. എവിടെയാണ് മോനെ പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് IIT ഡൽഹിയിൽ. ഡൽഹിയിലാണല്ലേ? മോന്റെ സ്ഥലം എവിടെയാണ്? ഞാൻ പാലക്കാട്. ഏത് കോഴ്സ്? ഇപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡ്യുവൽ ഡിഗ്രി. എൻ്റെ പേര് അക്ഷയ്. ഞാൻ IIC ബാംഗ്ലൂരിൽ ഇപ്പോൾ BSc ചെയ്യുന്നു. ഓക്കെ. എവിടെയാണ് മോന്റെ സ്ഥലം? കണ്ണൂർ. എൻ്റെ പേര് അഭിജിത്ത്. ബിജിത്ത്. എവിടെയാണ് മോൻ പഠിക്കുന്നത്? IIT ബോംബെ. എങ്ങനെയുണ്ട് ക്യാമ്പസ് ഒക്കെ? ക്യാമ്പസ് ഒക്കെ നല്ല അടിപൊളിയാണ്. മോന്റെ സ്ഥലം എവിടെയാ? എൻ്റെ സ്ഥലം തൃശ്ശൂർ. തൃശ്ശൂരാണല്ലേ? എൻ്റെ പേര് ജോർജ് കുട്ടി സോമി, ഐസർ ഭോപ്പാൽ. എൻ്റെ പേര് അഹ്സാൻ. ഞാൻ IIT ഖരഗ്പൂരാണ്, ഇലക്ട്രിക്കൽ ബ്രാഞ്ച്. എൻ്റെ പേര് അക്മൽ ഹാരിഫ്. ഞാൻ IIT കാൺപൂരിലാണ് പഠിക്കുന്നത്, ബ്രാഞ്ച് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. എൻ്റെ പേര് അക്ഷയ് കുമാർ. ഞാൻ IIT BHL പഠിക്കുന്നു. ഞാൻ മെറ്റീരിയൽ സയൻസ് ഡ്യുവൽ ഡിഗ്രി. എൻ്റെ പേര് വിവേക്. ഞാൻ IIT ബോംബെയിലാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ. വിഷ്ണു, കഴിഞ്ഞ വർഷം എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇവരെ എല്ലാം ഇൻ്റർവ്യൂ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവരെല്ലാം ഇതുപോലൊക്കെ തന്നെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ആ രാത്രിയിൽ ഇൻ്റർവ്യൂ ചെയ്തത്. അന്ന് ഇവർ കുറച്ചൊക്കെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു തലത്തിലേക്ക് എത്തിയിരുന്ന ഒരു ദിവസമായിരുന്നു. ഇതിനു മുൻപ് ഇവർ കടന്നുപോയൊരു സ്റ്റേജ് ഉണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് JEE അഡ്വാൻസ്ഡിനും ഒക്കെ വളരെ കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരൻസിനൊക്കെ ആണെങ്കിലും അറിയാൻ ആഗ്രഹം 2024 ഈ ഒരു ടൈമിൽ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങളും ഇപ്പോൾ ഈ എങ്ങനെയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്, അതിനുള്ള വഴികളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് അതും കൂടി ഇവരോട് ചോദിച്ചറിയാം. അപ്പോൾ അരവിന്ദ്, ഇപ്പോൾ JEE എക്സാം അതായത് സെഷൻ 1 നമ്മുടെ ജനുവരിയിൽ നടക്കുകയാണ്, 22-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അരവിന്ദും ഇതേ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയ ഒരാളാണല്ലേ? അപ്പോൾ എന്താണ് ആ ഒരു വിദ്യാർത്ഥികളോട് അരവിന്ദിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യേണ്ട ടൈമാണ്. കാരണം ടോപ്പിക് കവർ ചെയ്യാൻ നമുക്ക് അത്യാവശ്യം നല്ല സമയം കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങുന്നതുകൊണ്ട് അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എങ്ങാനും എവിടെയെങ്കിലും കുറച്ച് ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ കൂടി അതെല്ലാം റിവൈസ് ചെയ്തിട്ട് അതെല്ലാം റെഡിയാക്കി നമ്മളൊരു ഫുൾ കോൺഫിഡൻസ് ആയിട്ട് എങ്ങനെ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ധൈര്യത്തോടെ ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള റിവിഷൻ, അതിനുള്ള സ്ട്രാറ്റജി എല്ലാം എനിക്ക് കഴിഞ്ഞ കൊല്ലം ബ്രില്ലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇപ്പം തന്നെ അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. അപ്പോൾ അവർക്ക് ഇനി എല്ലാം ഒന്ന് പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ തന്നെ ധാരാളമായിരിക്കും. കാരണം JEE പോലൊരു എക്സാമിന് നമ്മൾ ഭയങ്കര ഡീപ്പ് കൺസെപ്റ്റ് വേണ്ടല്ലോ. അപ്പോൾ ഉള്ള സംഭവങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാം റിവൈസ് ചെയ്തിട്ട് സ്ട്രോങ് ആക്കി വെക്കുക. അതായത് റിവിഷൻ ആ പ്രോസസ്സിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ അവർക്ക് പ്രാപ്തമാവും. അപ്പോൾ അക്ഷയ്, ഈ ഒരു സമയത്ത് ഒരുപാട് മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലേ നിങ്ങൾ ആ ഒരു തയ്യാറെടുപ്പ് തറവായിട്ട് പഠിക്കാൻ ആരംഭിച്ചത്? അപ്പോൾ ശരിക്കും അത് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം? ശരിക്കും ഞാൻ ഡെയിലി കഴിഞ്ഞ ടൈം 1-2 മോക്ക് ടെസ്റ്റ് ഡെയിലി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും എക്സാക്ട് ടൈം എനിക്ക് സെയിം ഫീലിംഗ് കിട്ടി. പിന്നെ ടൈം ഡ്യൂറേഷൻ ഇല്ലാതെ എനിക്ക് ചെയ്യാനും പറ്റി കൂടുതൽ ക്വസ്റ്റ്യൻ. അതായത് ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുള്ളത്. അതെ, അതാണ് മോക്ക് ടെസ്റ്റോടെ ഏറ്റവും കിട്ടിയ നല്ലൊരു ഗുണം. 2025 JEE തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ചിന്ത എന്ന് പറയുന്നത് മാർക്കിൽ വരുന്നൊരു ചെറിയൊരു വേരിയേഷൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കുകൾ നല്ല കുറവുള്ള വിദ്യാർത്ഥികൾ നല്ല ഒരു പക്ഷേ പാനിക്കായിട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. എങ്ങനെ ആയിരിക്കും റിയൽ JEE ഞങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഓർത്തിട്ട് ഇപ്പോൾ കുറയുമ്പോൾ അവരുടെ ചിന്തയിലുണ്ടാകും. പക്ഷേ ഇതുപോലെ തന്നെ മാർക്കുകളൊക്കെ കുറഞ്ഞും കൂടിയും ഒക്കെ ഇരുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരോട് ചോദിക്കാം ഈ ഒരു കുറവിൽ നിന്നും ഇത്ര വലിയ വിജയത്തിലേക്ക് എത്തിയ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മാർക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. റിയൽ ഇൻസിഡന്റ് ഒന്ന് പറയാമോ? റിയൽ ഇൻസിഡന്റിൽ നിന്ന് എങ്ങനെ സക്സസിലേക്ക് എത്തിയെന്ന്? എൻ്റെത് ഈ പീരീഡിൽ ഞാൻ ഇന്ന് കുറച്ച് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ എൻ്റെ പഴയ ഹിസ്റ്ററി ഒക്കെ നോക്കിയിരുന്നു മാർക്കിൻ്റെ. എനിക്ക് ഇന്ന് നല്ല റാങ്ക് കുറവായിരുന്നു. എനിക്ക് 400s ഇന്നത്തെ റാങ്ക് വന്നത് ലാസ്റ്റ് ഇയറിൽ. ഈ സമയത്ത് ഉണ്ടായിരുന്നത് അത് എൻഡിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റത്തെ റാങ്ക് നോക്കിയപ്പോൾ അത് എനിക്ക് 10-13 ആ റേഞ്ചിലും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ സാർമാരെ ഹെൽപ്പ്, പിന്നെ നമ്മളെ ബാക്ക്ലോഗ് കവർ ചെയ്യാം, അങ്ങനത്തെ ഓരോ, പിന്നെ കുറേ മോക്ക് ടെസ്റ്റ് ചെയ്യാം, പേപ്പർ ചെയ്യാം, അതിന്നൊക്കെ തന്നെയാണ്. ഓക്കെ. ഫൈനൽ എത്ര ഉണ്ടായിരുന്നു സ്കോർ? അതും കൂടെ പറയണല്ലോ. പരീക്ഷകളിലൊക്കെ മാർക്ക് കുറയുന്നു, പക്ഷെ അവസാനത്തെ ഫസ്റ്റ് സെഷനിൽ തന്നെ എനിക്ക് സാർമാരെ ഇതിനെ കൊണ്ടൊക്കെ 99.81 260 മാർക്ക് 300 ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, വലിയൊരു മാറ്റമാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ കുറെ ഫേസുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളെ സെറ്റ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ എങ്ങനെയാണ് ക്രമീകരിച്ചത്? ആ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ഓരോ നിമിഷവും ചിന്തിച്ചതും ചെയ്തതും എന്തെല്ലാമാണ്? ഞങ്ങൾ ഇനീഷ്യൽ എന്തുപോയാലും സെൽഫ് ഡൗട്ട് ഉണ്ടാവും. അപ്പം പിന്നെ ഞങ്ങൾ കൂടുതലുള്ള ഫ്രണ്ട് ഗ്രൂപ്പ്, ഇപ്പം ഞങ്ങൾ ഈ ഒരു ടീമും പിന്നെ കുറച്ച് പേരും കൂടെ ഉണ്ട്, നമ്മളായിരുന്നു ഒന്നിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യും.
എന്തെങ്കിലും അക്കാഡമിക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യും, പിന്നെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഉള്ള എല്ലാ ഫ്രണ്ട്സ് ആരായാലും ഞങ്ങൾ അത്തരം സ്ട്രെസ്സും പേടിയും സെൽഫ് ഡൗട്ടും ഒക്കെ ഇതിലൂടെ അങ്ങനെ മാറ്റിയെടുത്തു. പിന്നെ എന്താണ് നമ്മൾ ട്രസ്റ്റ് ചെയ്തു, പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തു. എന്താണ് സ്ലോ ആൻഡ് സ്റ്റഡി ആണ്, അതിങ്ങനെ മെല്ലെ മെല്ലെ ആണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താണ് സാറന്മാരെന്താ പറയണത് അതൊക്കെ ചെയ്യും. ഫസ്റ്റ് നമുക്ക് തോന്നുന്നത് ഇത് വർക്കൗട്ടില്ലല്ലോ. ഇനീഷ്യലി അങ്ങനെ ആണെങ്കിൽ പോലും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അതെന്തായാലും വർക്കൗട്ട് ചെയ്യും. സാറന്മാർ പറയുന്നത് ഉത്തമമാണ്, കാരണം അവർ ഇന്നല്ല ഇത്തരം സ്റ്റുഡൻസിനെ കാണാൻ തുടങ്ങിയത്. അപ്പം അവരുടെ അനുഭവം വലിയൊരു ഗുണമായിരുന്നു. അത് നമ്മൾക്ക് ഒരു എന്താണ് വലിയൊരു റിസൾട്ട് വാങ്ങി തന്നു. വലിയൊരു അപ്പോൾ അഭിജിത്തെ, നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരാവാം, ചിലർ റെഫറൻസിൽ നിന്ന് പഠിക്കുന്നവരുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. അപ്പോൾ അഭിജിത്തിനെ സംബന്ധിച്ച് അഭിജിത്ത് കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നത് പഠിക്കുന്നതിന് എങ്ങനെയായിരുന്നു? റെഫറൻസ് ആയിരുന്നോ, അത് ഹോസ്റ്റലിൽ ചെന്നിരുന്ന് പഠിക്കുമായിരുന്നോ, ഏത് രീതിയിലായിരുന്നു? അപ്പോൾ ബേസിക്കലി പലർക്കും പല പ്രിഫറൻസ് ആണ്. ചിലവർക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് തന്നെ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ഹോസ്റ്റലിൽ ഇരുന്ന് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഹോസ്റ്റലിൽ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ പെർഫോം ചെയ്യണമെന്നില്ല. അപ്പോൾ കൂടുതൽ ഞാൻ റെഫറൻസ് തന്നെയായിരുന്നു പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നത്. റെഫറൻസിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇൻ കേസ് നമുക്ക് ആ സ്പോട്ടിൽ അവിടെ എന്തെങ്കിലും ഡൗട്ട്സോ അത് ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ഫുൾ ടൈം ടീച്ചേഴ്സ് അവിടെ സപ്പോർട്ടിനായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് റെഫറൻസ് ഒരുപക്ഷെ ഈ പറഞ്ഞ എൻ്റെ ജെയ്മെയിൻ റിസൾട്ടിനെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. റെഫറൻസിന് നല്ല റോൾ ഉണ്ടായിരുന്നു, നല്ല റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ജോർജ് കുട്ടിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, അത് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഉറക്കം അല്ലേ ചിലപ്പോൾ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നല്ല രീതിയിൽ ഉറങ്ങേണ്ട ഒരു സമയമാണ് അല്ലേ. അപ്പം ജോർജ് കുട്ടി എങ്ങനെയായിരുന്നു ആ ഒരു കാര്യത്തെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എഫിഷ്യൻറ്റ്, ചിലർക്ക് ഇങ്ങനെ രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണമായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ എക്സാം ആ ഒരു ടൈം എടുത്തു വരുമ്പോൾ, അതായത് ഒരു എക്സാമിന് 2 ആഴ്ച മുമ്പ് ആ ഒരു സ്ലീപ്പ് പാറ്റേൺ ശരിയാക്കി, ഇപ്പോൾ 9 മണിക്കായിരിക്കും ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 2 മണിക്കായിരിക്കും ഷിഫ്റ്റ്, അപ്പോൾ അതിനനുസരിച്ച് പാറ്റേൺ അങ്ങനെ ആക്കിക്കൊള്ളുക. നേരത്തെ കടന്ന് രാവിലെ നേരത്തെ എണീക്കാൻ പാകത്തിന് അങ്ങനെ ആക്കിക്കൊള്ളുക ആ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ്. അങ്ങനെ അതുവരെ എങ്ങനെ ഫോളോ ചെയ്താലും ലൈക്ക് നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ, എത്രയാണോ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണേ, അങ്ങനെ അതിനനുസരിച്ച് ഉറക്കം മാനേജ് ചെയ്തോളുക. അതായത് നല്ല രീതിയിൽ എന്തായാലും ഉറങ്ങണം. അതിന് ഏത് സമയമാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് ആ ഒരു സമയം കണ്ടെത്തി ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അല്ലേ? അതെ. അപ്പൊ ജെഇഇ ആസ്പിറൻസിന് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, പ്രധാനമായിട്ടും അവർ ചെയ്യേണ്ട ഒരു 2 കാര്യങ്ങൾ എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ പറയാം? ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോക്ക് എഴുതുക. പിന്നെ അത് ആ മോക്കിൽ നിന്ന് മാർക്ക് എത്ര കിട്ടിയെന്നല്ല നമ്മൾ നോക്കണ്ടേ, ആ മോക്കിൽ നിന്ന് എനിക്കെന്ത് ടോപ്പിക്ക് ടേക്ക് അവേ ചെയ്യാൻ പറ്റും, അതായത് എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എങ്ങനെയാണെന്നുള്ള ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം ആ മോക്കിൽ നിന്ന്. ഇത് രണ്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് രണ്ടും ചെയ്താൽ തന്നെ നമുക്ക് എല്ലാം ശരിയാവും. ഓക്കെ, എന്താണ് പറയാൻ? പിന്നെ കാര്യം തന്നെ റിവൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ടൈം സെറ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ തീർക്കാൻ നോക്കുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റും റെഡിയാവും. പിന്നെ ചെയ്യുക മാത്രമല്ല, എഴുതി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് നോക്കുക, തെറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ചെയ്യുക. അവിടെ തന്നെ പഠിക്കുക, എന്തൊക്കെ തെറ്റിയത്, ഇനി എന്തൊക്കെ നമുക്ക് ബാക്കിയുള്ളത് അവിടെ തന്നെ പഠിക്കുക. തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥികളോട് വിഷ്ണു നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഒരു സംസാര രീതി തന്നെ മാറി അല്ലെ. ഇവരൊക്കെ നല്ല കോൺഫിഡന്റ് ആയി, നല്ല ആത്മവിശ്വാസത്തോടു കൂടി, നിറഞ്ഞ ചിരിയോട് കൂടിയിട്ടൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. പണ്ട് നമ്മൾ ഇവരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അന്ന് പക്ഷെ ഇവർക്ക് ഇത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അവരുടെ വാക്കുകളൊക്കെ ഇപ്പൊ ഭയങ്കര ആത്മവിശ്വാസമാണ്. സ്വാഭാവികമായിട്ടും അവർ ചെല്ലുന്ന ഒരു ക്യാമ്പസ് ഉണ്ടല്ലോ, ഒരു പ്രീമിയം ക്യാമ്പസ്, ആ ക്യാമ്പസിൽ എത്തിയതിനു ശേഷം അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ തന്നെ കാര്യമായ ഒരു മാറ്റം, ജീവിതത്തിൽ തന്നെ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചാൽ, ഇവരുടെ ക്യാമ്പസ് എങ്ങനെയുണ്ട്, ക്യാമ്പസിൽ ചെല്ലുന്ന കണ്ടുമുട്ടിയ ആളുകൾ എങ്ങനെയുണ്ട്, പാൻ ഇന്ത്യൻ ആളുകളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവരോട് ഓരോ കാര്യങ്ങളും ചോദിച്ചാണ്. ഇപ്പോൾ ഞാനിപ്പോൾ IIT കാൺപൂരിനാണുള്ളത്. അവിടെ ഇപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പും പോയപ്പോഴും ഹൈപ്പിനനുസരിച്ചുണ്ടായിരുന്ന സാധനം എയർ സ്ട്രിപ്പാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒറ്റ ക്യാമ്പസിന് മാത്രമേ എയർ സ്ട്രിപ്പുള്ള ക്യാമ്പസ് ഉള്ളൂ. അപ്പോൾ അത് തന്നെ നമുക്കൊരു ഫാസിനേറ്റിംഗ് കാര്യമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ പോയിട്ട് പല കൾച്ചറിൽ നിന്നും പല സ്ഥലത്തു നിന്നും വന്ന ആൾക്കാരായിട്ട് കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ കൂടെ കൂടി. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ പല കൾച്ചറിലോട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ആകും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അവിടുത്തെ ക്ലബ്സും കാര്യങ്ങളാണ്. നമ്മൾക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാവരും ആയിരിക്കും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി എഞ്ചിനീയർ ആവാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പല ഓപ്പർച്യൂണിറ്റീസ് വെച്ചാൽ പല ഓപ്പർച്യൂണിറ്റീസും പല ആൾക്കാർ. ഇപ്പോൾ ചേതൻ ഭഗത്ത് പോലും ഒരു IIT-നാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് പലതും ആവാൻ പറ്റും നമുക്ക് അവിടെ പോയിട്ട് മനസ്സിലായി. ഇപ്പം ഞാനിപ്പോൾ കണ്ട തന്നെ ഫിലിം ക്ലബ്ബൊക്കെ അവിടെ വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് ഫാസിനേറ്റിംഗ് ആയി തോന്നി. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസിനൊരു കുറവില്ല. ഞങ്ങൾ ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. എല്ലാം ഓവറോൾ ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു IIT ടോപ്പ് IIT-യിൽ എത്തിപ്പെടാന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ടോപ്പ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിപ്പെടാന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ അവിടെ പോയപ്പം പിന്നെ അവിടെ കാണുന്നത് വെച്ചാൽ നമ്മുടെ മലയാളി സീനിയേഴ്സൊക്കെ ഉണ്ട്, ബ്രില്യൻറ്റിൽ നിന്നുള്ളവരൊക്കെ. അവരൊക്കെ കണ്ടു. ഇപ്പോൾ കാൺപൂർ ആകുമ്പോൾ ആഷിഖ് സ്റ്റെന്നി അവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവരൊക്കെ കണ്ടുകിട്ടി.
അപ്പോൾ അതും എന്താണ് സന്തോഷം, കാരണം നമ്മൾ ഇവിടെ നിന്ന് കണ്ടുമുട്ടിയ ആൾക്കാർ അവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ അതൊരു നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. എൻ്റെ ക്യാമ്പസ് IIT ഖരഗ്പൂർ. നമ്മൾ ഏറ്റവും വലിയ IIT ആണ്, ഏറ്റവും ആദ്യത്തെ IIT ആണ്. നമുക്ക് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുമ്പോൾ നല്ല ഫ്രീ ആണ്. ഇവിടുത്തെ വൈഡ്ലി ഡിഫറെൻ്റാണ്. ഇവിടെ നമുക്ക് ഒരു പഠിത്തം ഓറിയൻറ്റഡ് ആണ്, കാരണം നമ്മളെ ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ട് അതിനുള്ള ആ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുക അവിടെ പോയിട്ടാണ്. ഹോസ്റ്റല് ഫ്രീ, ഹോസ്റ്റല് ജിമ്മ്, മറ്റേ ഫുട്ബോള്, എല്ലാ സ്പോർട്സിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഷോപ്പ്, ഹോട്ടല്, സ്റ്റേഷനറി, ഒരു ഹോസ്റ്റലാണെന്ന് എനിക്ക് തോന്നൂല, അങ്ങനത്തേതാണ്. പിന്നെ നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് ഇത് കൂടാതെ ക്യാമ്പസിലെ ആ ഒരു സൗഹൃദവും എത്ര മലയാളികൾ, സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരുപാട് ബ്രില്യൻസ് ഒക്കെ ഉണ്ടാവില്ല, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടും ഒക്കെ എല്ലാവരും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അവിടെ മലയാളികൾ പറയുമ്പോൾ നമ്മളവിടെ മലയാളി കമ്മ്യൂണിറ്റി വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ. ഓക്കെ, ഒരു ഏകദേശം 600 ആൾക്കാരെ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ 95% ബ്രില്യന്റ് വിദ്യാർത്ഥികൾ തന്നെയാണ്. ബ്രില്യന്റ് എല്ലാ IIT-ലായാലും അവരെ മെജോറിറ്റി കാണാനുണ്ട്. യെസ്, ഓക്കെ. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് വിഷ്ണു, മറ്റൊന്നുമല്ല, നമ്മൾ 95% ഓഫ് വിദ്യാർത്ഥികളും, അതായത് മലയാളി വിദ്യാർത്ഥികളെ IIT-കൾ എന്ന സ്വപ്നം കാണിച്ചു തുടങ്ങുന്നത് ബ്രില്യൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അത് നേരിട്ട് കണ്ടറിഞ്ഞതായി ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ ആയിട്ട് ഇവിടേക്ക് എത്തിയ ഒരു വിദ്യാർത്ഥി പറയുകയും കൂടെ ചെയ്തപ്പോൾ, അതായത് അല്ലേ, തീർത്തും പ്രേക്ഷകർക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഞങ്ങൾ പറയുന്നത് എത്രമാത്രം കാര്യമുള്ള കാര്യമാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അരവിന്ദേ, IIT ഡൽഹിയിലാണ് അരവിന്ദ് പഠിക്കുന്നത്. അപ്പോൾ IIT-കളെ സംബന്ധിച്ച് നമുക്കറിയാം കോടികളുടെ ജോബ് ഓഫറുകൾ ഓരോ വർഷവും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന IIT-കളാണല്ലേ. അപ്പോൾ എന്താണ് IIT ഡൽഹിയുടെ ഒരു പ്രത്യേകത പറയാം? ഡൽഹിയിൽ എന്താണെന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ് വളരെ നന്നായിട്ട് തന്നെ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എല്ലാ കൊല്ലവും കോടികളുടെ പ്ലേസ്മെന്റ് വരാറുള്ളതാണ്. പക്ഷെ പ്ലേസ്മെന്റിന് അപ്പുറത്ത് എന്തൊരു എന്റർപ്രണർഷിപ്പ് പോലത്തെ കാര്യങ്ങൾക്കും എല്ലാം പ്രാധാന്യം നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയാണ് IIT ഡൽഹി എന്ന് പറഞ്ഞാൽ. ഒരു സ്റ്റുഡൻറ് അവിടെ പഠിക്കുമ്പോൾ തന്നെ അവന് റിസർച്ച് ചെയ്യാനുള്ളതും ഓരോ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ളതും പുതിയൊരു കമ്പനി തുടങ്ങാനുള്ളതും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവിടെ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് അവിടെ ഫാക്കൽറ്റീസും ഉണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനെല്ലാം ഭയങ്കര പ്രോത്സാഹനമാണ് അവിടുന്ന്. അതാണ് IIT ഡൽഹിയിൽ പോകാൻ എനിക്ക് ആദ്യം എൻ്റെ ഒരു ഇമ്പ്രഷൻ അതായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞാൻ വിചാരിച്ചതിലും അപ്പുറമാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് കരിയർ ഏത് തരത്തിൽ ഡിസൈൻ ചെയ്യാൻ വിദ്യാർത്ഥിക്കും അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും. ഇപ്പോൾ ലൈക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ഭൂരിഭാഗം ആളുകളും ഈ ഒരു പ്രായത്തിൽ അവർക്ക് ഇനി ഫ്യൂച്ചറിൽ എന്താണെന്നൊരു ചോദ്യചിഹ്നമായിരിക്കും. പക്ഷെ അത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. നമുക്ക് എന്താണ് നല്ലതെന്ന് കണ്ടെത്തിയിട്ട് അതിൽ നമുക്ക് മുന്നേറാനുള്ള ഒരു ചാൻസുകൾ അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഫുള്ള് ഒരുപാട് മലയാളീസ് ഉണ്ട്, സീനിയേഴ്സ് നമ്മുടെ മലയാളീസ് ഉണ്ട്, അതും ബ്രില്യൻ്റ് എന്നുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മളായിട്ട് നല്ല കോൺടാക്റ്റ് ഉണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ അവിടെ 4th ഇയറിൽ പഠിക്കുന്നവരൊക്കെ തന്നെ ഇങ്ങനെ കമ്പനീസൊക്കെ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവർ നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ എപ്പോഴും തരാറുണ്ട്, ഓരോ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഹെൽപ്പുകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ. എന്തുകൊണ്ടൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറിൽ പോയിട്ട് കിട്ടിയത്. ഇനിയുള്ള ഇയേഴ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അക്ഷയ്, IIT-കളുണ്ട്, NIT-കളുണ്ട് അല്ലേ, ഐസറുകളുണ്ട്, അതുപോലെ തന്നെ IISc. ഇപ്പോൾ IISc ബാംഗ്ലൂരിലാണ് അക്ഷയ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അക്ഷയ് IISc ബാംഗ്ലൂർ ചൂസ് ചെയ്തത്? അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? എനിക്ക് റിസർച്ച് അബിലിറ്റി ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് റിസർച്ച് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IISc ബാംഗ്ലൂർ. അതുകൊണ്ടാണ് അവിടെ അഡ്മിഷൻ എടുത്തത്. അതായത് ഇപ്പോൾ ബിടെക്കിന് താല്പര്യമുള്ള ഒരു വിഭാഗം ആളുകളുണ്ടാവും, എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് പോകണമെന്ന്. അതുപോലെ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കാനും അല്ലെങ്കിൽ ഇപ്പം സയൻറ്റിസ്റ്റ് ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ആഗ്രഹമായിരുന്നു അക്ഷയനെ ശരിക്കും IISc ബാംഗ്ലൂരിലേക്ക് എത്തിച്ചത്? എനിക്കൊരു ജോബ് പ്ലേസ്മെന്റ് ഉപരി റിസർച്ച് എന്ന ഇൻട്രസ്റ്റിനോടാണ് കൂടുതൽ താല്പര്യം. അത് കാരണം ഞാൻ IISc ചൂസ് ചെയ്തു. ഇപ്പോൾ ഹാപ്പിയാണോ അക്ഷയ്? ഒബ്വിയസ്ലി. വിവേക്, എങ്ങനെയുണ്ട് വിവേകിന്റെ ക്യാമ്പസ്? അവിടെ ചെന്നിട്ട് വിവേകിന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ലൈഫിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം നമുക്കിപ്പോൾ വിവേകിനോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വിവേക് നല്ല പോസിറ്റീവായിട്ടല്ല കിടലിനായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, IIT ചെന്നതിന് ശേഷം വിവേക് കേട്ടറിഞ്ഞ IIT അനുഭവിച്ചറിഞ്ഞ IIT കുറിച്ച് പറയാനാണ്. ഞാൻ IIT ബോംബെയിലാണ്. അതെ. അപ്പോൾ ഫസ്റ്റ് ഡേ അവിടെ ചെന്നപ്പോൾ തന്നെ ഫുള്ള് ഞെട്ടി, ഫുള്ള് കണ്ടപ്പോൾ. പിന്നെ ഫസ്റ്റ് ഇയർ ആയിട്ട് തന്നെ ഫുള്ള് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യല്, ഫുൾ പഠിത്തത്തിനൊപ്പം തന്നെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുക, പഠിത്തം സൈഡിൽ കൂടെ നടക്കുക. പിന്നെ ക്യാമ്പസ് മൊത്തം കാണാൻ കുറെ കാണാനുണ്ട്, കുറെ കണ്ട്. സൗഹൃദങ്ങളൊക്കെ എങ്ങനെ പോകും? അവിടെ ചെന്നപ്പോൾ തന്നെ കുറെ ആൾക്കാർ ഒപ്പരം പഠിച്ചവരാണ്, ബ്രില്യൻ്റിൽ ഒപ്പരം പഠിച്ചവരാണ് കൂടെ ഉള്ളത്, മലയാളീസ്. പിന്നെ സീനിയേഴ്സ് മലയാളീസ് കുറെ ആൾക്കാരുണ്ടേന്. പിന്നെ അവിടെ ഉള്ള വേറെ ഫ്രണ്ട്സൊക്കെ ആയി പുതിയത്. പിന്നെ അവരെപ്പരം തന്നെ ക്യാമ്പസൊക്കെ ഫുള്ള് കണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് നമ്മുടെ IIT ബോംബെയിലും ഒക്കെ അല്ല IIT-കളിൽ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ചെറിയൊരു കൺസേൺ ആയിരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് മലയാളി വിദ്യാർത്ഥികളെ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ്,
നമ്മളെ പഠിപ്പിക്കുന്നവരും ഒക്കെ അല്ലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെയാണ്. അപ്പോൾ ഭാഷ എന്നുള്ളതൊരു ചെറിയൊരു കൺസേൺ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളവിടുത്തെ ലോക്കൽസും ഒക്കെ ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യകതകളൊക്കെ വരും അല്ലെ, നമ്മുടെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. അപ്പോൾ അതിനെ നമ്മുടെ ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെയൊക്കെ എങ്ങനെ നിങ്ങൾ അവിടെ ചെന്ന് ഹാൻഡിൽ ചെയ്തു, ബാക്കിയുള്ളവരുമൊക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്? മോൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഹിന്ദി അത്രയും അറിയില്ല, അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒട്ടും അറിയാതെയാണ് IIT ഏത് IIT ആയിരുന്നു? ഞാൻ IIT വാരണാസിയിൽ. യെസ്, IIT വാരണാസിയിലേക്ക് ചെല്ലുന്നത്. വാരണാസി, ഓക്കെ, അടിപൊളി. അപ്പോൾ എനിക്ക് ഹിന്ദി തീരെ അറിയാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇനീഷ്യൽ ഉണ്ടായിരുന്നു. അതായത് അവിടെ ലോക്കൽസിനോട് സംസാരിക്കലും എന്തിന് ഈ ലെക്ചേഴ്സ് പോലും ഹിന്ദിയിലായിരുന്നു, ഹാഫ് ഹിന്ദിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അവിടെ വളരെ നല്ലൊരു മലയാളി കമ്മ്യൂണിറ്റിയും പിന്നെ ബ്രില്യൻറ്റിൽ തന്നെ ഇഷ്ടംപോലെ സീനിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അവരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് അതൊക്കെ അത്രയും വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇപ്പോൾ ഹിന്ദി അങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഹിന്ദി തന്നെ വരും. ഹിന്ദിക്ക് ഇപ്പം നന്നായിട്ട് അറിയാം. ഓക്കെ, ഇതേ ഒരു ചോദ്യം തന്നെ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കണം. അവിടെ ചെന്നിട്ട് എങ്ങനെ ലാംഗ്വേജ് ഒക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ലാംഗ്വേജ് എനിക്ക് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ലെങ്കിൽ പോലും കൂടെ ഉണ്ടായിരുന്നവരുടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇപ്പം അവിടെ അല്ലാതെ കേരളീയരല്ലാതെ തന്നെ അല്ലാത്ത സ്റ്റേറ്റ്സ് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായാലും തെലുങ്കാനയിൽ നിന്നായാലും ഒക്കെ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ മലയാളികളും എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇനീഷ്യലി ഒക്കെ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റിക്കിടയിൽ കറങ്ങിയും പിന്നെ സീനിയേഴ്സിൻ്റെ കൂടെ ഹെൽപ്പ് ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അത് നന്നായി എല്ലാവർക്കും ഹെൽപ്പ് ചെയ്തു. ഇപ്പം നമുക്കും സീനിയേഴ്സ് ഹെൽപ്പ് ചെയ്തു, അവർക്കായാലും റെസ്പെക്റ്റീവ് സീനിയേഴ്സ് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ തന്നെ ഇപ്പം IIT ആണല്ലോ, IIT ആയതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ എല്ലാ ഇൻക്ലൂസിവിറ്റിക്ക് ഒരു കുറവില്ല. അവരെല്ലാ രീതിയിലും അവർ ഇൻക്ലൂസീവായിട്ട് ചെയ്യുള്ളൂ. ഇപ്പം ഹിന്ദി അറിയാത്തവർക്ക് അവർ ഹിന്ദി പഠിപ്പിക്കുന്ന രീതിയും ഹിന്ദി അറിയുന്ന മാത്രം പേർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രീതിയിലും അത്തരം ചെറിയൊരു അവിടെ എക്സ്ട്രാ നാഷണൽ സർവീസ് സ്കീമിന്റെ പരിപാടികളായിട്ട് തന്നെ ഉണ്ട്, NSSന്റെ പരിപാടികളായിട്ട്. അപ്പൊ അത് തന്നെ കുറെ പേര് അത് ഇൻക്ലൂസീവായി എടുക്കുന്നുണ്ട്. അത് വലിയൊരു ഹെൽപ്പാണ് എല്ലാവർക്കും, അവർക്കായാലും നമുക്കായാലും. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഗുണം ഉണ്ടായതായിട്ട് തോന്നി. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും 2025 ജെയ്മെയിൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഹിന്ദിയിൽ 2 ഡയലോഗ്. ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ എന്തൊരു പ്രശ്നം വരുമ്പോഴും ഞങ്ങൾ എന്തൊരു ബുദ്ധിമുട്ട് നേരിട്ടാലും പക്ഷെ എന്തൊരു നല്ല സന്തോഷം കാര്യം നേരിട്ടാലും നമ്മൾ കോളേജിൽ ഒരു ലിംഗോയിലുള്ള വാക്കാണ് ചിൽഹേ എന്ന് പറയാം. അപ്പം എനിക്ക് അത്ര ഒരാളുടെ ചിൽഹേ, സബ് ചിൽഹേ. അപ്പോൾ ജോർജെ, IIT ഉണ്ട്, അതുപോലെ തന്നെ IAC ഉണ്ട്, അതുപോലെ തന്നെ ഐസറും ഉണ്ട്. അപ്പോൾ ജോർജ് കുട്ടിയെ സംബന്ധിച്ച് ഐസറിലേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഐസറിൽ എക്കണോമിക്സ് ആയിരുന്നു അല്ലേ? എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു എക്കണോമിക്സിനോട് ഒരു പ്രത്യേക താല്പര്യം? മാത്സിനോട് താല്പര്യം ഉണ്ടായിരുന്നോ അതോ എക്കണോമിക്സിനോടായിരുന്നു താല്പര്യം? എന്താണ് അങ്ങനെ ഒരു വഴി ചൂസ് ചെയ്യാൻ കാരണം? എനിക്ക് ചെറുപ്പത്തിൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനോട് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായപ്പോൾ അതെനിക്ക് എന്തുകൊണ്ടും ബാക്കിയുള്ളതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി താല്പര്യം തോന്നി. ഒരു എഞ്ചിനീയർ എന്നതിനെ പറ്റി എനിക്ക് അത്ര അതിനേക്കാൾ എനിക്ക് കുറെ താല്പര്യം എക്കണോമിക്സ് ഒരു മേജർ എടുക്കാനായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഐസർ ഭോപ്പാലിൽ മാത്രമാണ് എക്കണോമിക്സ് സയൻസ് എന്ന സബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വളരെ നല്ല സബ്ജക്റ്റാണ്, വളരെ രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അത് വളരെ ഫ്യൂച്ചർ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും വളരെ നന്നായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അങ്ങനെയാണ് ഞാൻ ആ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടത്. അവിടെ എത്തിയത് കൊണ്ട് തന്നെ എനിക്ക് വളരെ അവിടെ ചെന്നിട്ടാണെങ്കിലും ആ കോഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പഠിക്കുന്ന പ്രൊഫസേഴ്സ് ആണെങ്കിലും ഭയങ്കര അക്കോമഡേറ്റിംഗ് ആണ്. പ്രൊഫസേഴ്സ് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ഡയറക്റ്റ് പ്രൊഫസേഴ്സ്. നമ്മുടെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ബ്രാഞ്ചാണ്. ഇത്തിരി പേരേ ഉള്ളൂ, ഒരു 30 പേര് ഉള്ളൂ. ഇനി ഫർദർ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേനും കുറച്ചും കൂടി എക്കണോമിക്സ് ഡെപ്തിലേക്ക് കിടക്കും. ഇപ്പോൾ കോമൺ ആയിട്ട് കുറച്ചും കൂടി സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അന്നേരം കുറച്ചും കൂടി ഇൻ്റലിജൻസ് ആണെങ്കിൽ അപ്പോൾ പ്രൊഫസേഴ്സ് ഒക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഇപ്പോൾ നമുക്കൊരു മലയാളി പ്രൊഫസർ ഉണ്ട്, വിപിൻ സാറും ഉണ്ട്. അങ്ങനെ ഇങ്ങനെ മലയാളി പ്രൊഫസർമാരും ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയും ഭയങ്കര ഹെൽപ്ഫുള്ളും ആണ്. ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ TA അവേഴ്സ് ഉണ്ട്, പ്രൊഫസറിനെ മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ പ്രൊഫസറുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു രീതിയിൽ അത് റിസർച്ച് നമുക്ക് ഡിസ്കഷനും എപ്പോഴും പ്രൊഫസേഴ്സ് എപ്പോഴും ഒരു നല്ല ടോപ്പിക്കിനെ പറ്റി ഓപ്പൺ ടു ഡിസ്കസ് ആണ്. അപ്പോൾ അങ്ങനെ പ്രൊഫസേഴ്സ് അങ്ങനെ ഒരു വലിയ രീതിയിൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഐസർ എന്ന് പറയുന്നത് വളരെ കാമാൻകായിട്ടുള്ള ക്യാമ്പസുകളാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു റൂറൽ ഏരിയയിലൊക്കെ ആയിരിക്കും ഇത് സ്ഥിതി ചെയ്യുന്നത് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഒരു ഐസറിലെ ഒരു ക്യാമ്പസിനെ കുറിച്ച് പറയാനുള്ളത്? ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാമൻ കോയിട്ടെന്ന് ഞാൻ അത്രയ്ക്ക് പറയില്ല. കാരണം എല്ലാ ആഴ്ചയും തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഓരോ ഫെസ്റ്റിവലോ, ഇപ്പോൾ ഞാൻ കയറിയപ്പോൾ തന്നെ ജന്മാഷ്ടമി ആയിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഗണേശ ചതുർത്ഥി, അങ്ങനെ ഓരോരോ ആഴ്ച ഇങ്ങനെ ഓരോരോ ഫെസ്റ്റിവൽസ് കാണും. പിന്നെ അവിടുത്തെ ഇങ്ങനെ ക്ലബ്സ് ആണെങ്കിലും സൊസൈറ്റികളാണെങ്കിലും
ഓരോരോ ഇവന്റ്സ് ഇങ്ങനെ ഏതിനും ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫിലിം ക്ലബിന്റെ ഒക്കെ എല്ലാ ആഴ്ചയും 2-3 മൂവി സ്ട്രീമിങ്സ് കാണും. അങ്ങനെ ഓരോരോ ഫുൾ ഇൻഡൾജിങ് ആണ്. ഇപ്പോൾ 7-8 കൗൺസിലുകളുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ ഒരു 40-45ഓളം ഇഷ്ടംപോലെ ക്ലബ്ബുകളുണ്ട്. ആ ഓരോ ക്ലബിന് ഇങ്ങനെ ഓരോരോ പരിപാടികളാണ്. അങ്ങനെ ഫുൾ എൻഗേജിങ് ആയിട്ടാണ്. ലൈക്ക് ഇങ്ങനെ ഐസർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫുള്ള് പഠിത്തം റിസർച്ച് അങ്ങനെയുള്ളതല്ല. ശരിക്കും പഠിത്തത്തിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ക്യാമ്പസ് ആയിട്ടില്ല. അതെ, നമ്മുടെ ഐസർ ഭോപ്പാൽ എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്പോർട്സ് ഫെസിലിറ്റീസ് ഉള്ള ഒരു ക്യാമ്പസ് ആണ്. ലൈക്ക് ഇഷ്ടംപോലെ ടെന്നീസ് കോർട്സും വോളിബോൾ കോർട്സും ഇഷ്ടംപോലെ കോർട്സ് ഉള്ള ക്യാമ്പസ് ആണ്. നമുക്ക് ഭയങ്കര ഏരിയ തന്നെ അതിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്പോർട്സ് ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ലൈക്ക് ഓരോരോ പേഴ്സണൽ കോച്ചസിനെ അവർ അപ്പോയിന്റ് ചെയ്യും ഇങ്ങനെ ഇഷ്ടമുള്ള സ്പോർട്സ് ജോയിൻ ചെയ്യാനായിട്ട്. അത് നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. അവരിങ്ങനെ ക്ലാസ്സസ് വെച്ച് നമുക്ക് അറിയാത്തവരാണെങ്കിൽ കൂടി പ്രത്യേകമായിട്ട് അവർ നമ്മൾ ബേസിക്സ് എല്ലാം പഠിപ്പിച്ച് നമ്മളൊരു ഇതാക്കി എടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. വിഷ്ണു, തീർച്ചയായിട്ടും ഈ 8 പേരെയും ഇന്ന് തിരികെ ബെർലിനിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ഇവരുടെ ഉള്ളിൽ നൊസ്റ്റാൾജിക് ആയിട്ട് നിൽക്കുന്നൊരു ബെർലിനുണ്ട് അല്ലെ? ബെർലിൻ അത്രമാത്രം ഇവരെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്നിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഇവരും നമ്മോടൊപ്പം ചേർന്ന് നിന്ന് കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് എത്താൻ ഇവർക്ക് സാധിച്ചത്. അപ്പോൾ ഈ ബെർലിനിൽ നിന്നുകൊണ്ട് ഇവർക്കിടയിൽ രൂപം കൊണ്ട ഒരു സൗഹൃദമുണ്ട്. അതൊരു പ്രധാന ഫാക്ടാണ് ഇവര് ഇത്ര സന്തോഷത്തോടുകൂടി ഇവിടെ നിൽക്കാനൊക്കെ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതിനെ കുറിച്ചുകൂടി നമുക്ക് ഇവരോട് ചോദിക്കട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം ഇവർ പോകുന്നു. നിർബന്ധമൊന്നുമില്ല എല്ലാവരും തമ്മിൽ വീണ്ടും കോൺടാക്ട് ഒക്കെ വെക്കണം കാരണം പല സ്ഥലങ്ങളിലാണ് പഠിക്കുന്നത്. അതെ. എന്നിട്ട് പോലും അവരൊന്നിച്ച് ഒരു അവധി കിട്ടിയപ്പോൾ തിരിച്ച് നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്നു, അധ്യാപകരെ കാണുന്നു, അനുഗ്രഹം വാങ്ങുന്നു. അതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര തീർച്ചയായിട്ടും ബ്രില്യന്റിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അവരുടെ സൗഹൃദത്തെ കുറിച്ചും നമുക്ക് 1-2 പേരോട് ചോദിക്കാം. ഓക്കെ വിഷ്ണു, അപ്പൊ നമുക്ക് വിവേകിനോട് തന്നെ ചോദിക്കാം. വിവേക്, തീർച്ചയായിട്ടും നിങ്ങൾ IIT ബോംബെയിലാണ് അല്ലേ? അപ്പൊ എത്ര മാസമായി ഇപ്പം IIT ബോംബെയിൽ എത്തിയിട്ട്? 4 മാസം. എത്ര മാസങ്ങൾക്ക് മുൻപാണ് ഇവരെ കാണുന്നത്? എവിടെ വെച്ചാണ് അവസാനമായിട്ട് കണ്ടത് ഇവരെ? ഇവിടെ അഡ്വാൻസിന്റെ തൊട്ട് മുമ്പ് എക്സാമിന് പോകുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് ഇവരെല്ലാം കാണുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവിടേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ബ്രില്യന്റിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ നാളുകളെ കുറിച്ച് ഇപ്പോഴത്തെ ആ ഒരു സൗഹൃദം ഇപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അന്നത്തെ കാലവും ഇന്നത്തെ കാലവും. ഞങ്ങളൊക്കെ ഒരു ഹോസ്റ്റലാണ്, നെല്ലിപ്പുഴ. അപ്പൊ അവിടെ ഞങ്ങളെ വയസ്സത്തെ 30 ആൾക്കാരുള്ളേന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം എല്ലാവരും ക്ലോസ് ആയി. പിന്നെ എല്ലാവരും നല്ല ചില്ലേന്, എല്ലാവരും അടിപൊളി എൻജോയ് ഒക്കെ ചെയ്യാണ്. പിന്നെ ഇപ്പൊ ഞങ്ങൾ വരാൻ തന്നെ ഇത്ര ലേറ്റ് ആയത് എല്ലാവരുടെ ടൈമും ഒത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരുമിച്ച് അതാണ് ഇത്ര ലേറ്റ് ആയത് വരെ എല്ലാവരും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അഭിജിത്തെ, വിവേക് പറയണ്ടേ നിങ്ങളൊക്കെ ഒരു ഹോസ്റ്റലിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നൊക്കെ പറയുന്നത് വരുന്ന വർഷങ്ങളൊക്കെ നമ്മൾ ഓരോരോ IIT-കളിലൊക്കെ ആയിരിക്കും. എങ്കിലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഇതുപോലൊക്കെ തന്നെ തുടരണം, ഈ ഒരു ബോണ്ടൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം കഴിഞ്ഞ് ബ്രില്യന്റിലേക്ക് ഇന്നൊരു ദിവസം ഇവിടെ എത്തി നിങ്ങൾ എല്ലാവരും കണ്ടപ്പോൾ ആ ഒരു സന്തോഷത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്ത് പറയും? അന്ന് ജെയുടെ ടൈമിലൊക്കെ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു ആർക്കൊക്കെ ഏതൊക്കെ IITs ഏതൊക്കെ കോഴ്സസ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം പേർക്കും അവർ ആഗ്രഹിച്ച ആ കോഴ്സും ഇപ്പോൾ പേഴ്സണലി എനിക്ക് പറഞ്ഞാൽ IIT ബോംബെയിലത്തെ ഒരു സ്റ്റുഡൻ്റ് ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് പോസിബിൾ ആയി അവസാനം. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും അവരുടേതായ പ്രിഫറൻസ് ഫുൾഫിൽ ആയിട്ടുണ്ട്, അവരുടെ സ്വപ്നത്തിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ സന്തോഷമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഒരു ക്ലോസ് കോണ്ടാക്റ്റിൽ എല്ലാവരുമായിട്ട് വെക്കുകയായിരുന്നു. ഈവൻ തോ നമ്മൾ IIT കയറി കഴിഞ്ഞ് നമ്മളവിടെ പുതിയ ഫ്രണ്ട്സിനെ കണ്ടാലും നമ്മുടെ പഴയ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആ ഒരു ബോണ്ട് നമ്മൾ ഒരിക്കലും വിട്ടിട്ടില്ല. കാരണം നമ്മൾ ജെയുടെ ടൈം ആയാലും ഇപ്പം നമുക്കൊരു ഡൗട്ട് വന്നാൽ തന്നെ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന ടീച്ചേഴ്സ് അല്ലായിരുന്നു, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. അത്രയും നല്ലൊരു പിയർ ഗ്രൂപ്പാണ്. അതെ, അപ്പോൾ എല്ലാവരും മ്യൂച്വലി അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇന്ന് ഈ ഒരു ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും ആ ഒരു കൂട്ടായ്മ കൊണ്ടും മാത്രമാണ്. അതൊരു വലിയൊരു പങ്കുണ്ട് അതിന്, നമ്മുടെ എല്ലാവരും ഈ സക്സസിന്റെ പിന്നിൽ. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് അല്ലെ? ജീവിതം പുതുവഴികളിൽ എന്നൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെ? ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ലൈഫാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിഷ്ണു 2025 ജെയ്മെയിനും അഡ്വാൻസ്ഡിനും ഒക്കെ ആയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഓരോ IIT-കളും എങ്ങനെയാണെന്നുള്ളത് ഇവർ പറഞ്ഞു. ഒപ്പം ബ്രില്യന്റിൽ ഒരുപാട് ഓർമ്മകളും ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ബ്രില്യന്റ് ലൈഫും ഇനി വരാനിരിക്കുന്ന ജീവിതവും ഒക്കെ വലിയ വലിയ പ്രതീക്ഷകൾ നിറഞ്ഞതാണ് എന്നുള്ളത് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും 2025 ജെയ്മെയിൻ, അഡ്വാൻസ്ഡ് പോലുള്ള പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന
ബ്രില്യൻറ്റിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു മോട്ടിവേഷൻ, ഒരു പോസിറ്റീവ് എനർജിയും വൈബും ഒക്കെ ആയിരിക്കും ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിന് യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. അപ്പൊ 2025 ജെയ് മെയിൻ ജെയ് അഡ്വാൻസ്ഡ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.